എല്ലാവർക്കും വീട്ടിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണ്. അതായത് നമ്മൾ അടുത്ത മാസം, അതായത് ജൂലൈ 7 നമ്മൾ നാട്ടിലോട്ട് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ് ഇത്. ഓക്കെ, അത് നമ്മൾ വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാല് കുറച്ച് ദിവസം മുമ്പ് തന്നെ നാട്ടിലോട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങി. എല്ലാം എന്നല്ല, കുറെ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോക്കും അതും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നു, അതിനും ഇതേപോലെ ഇൻട്രോ എടുത്തിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പോൾ എനിക്ക് ഒരു ആവശ്യം ഉണ്ടല്ലോ, വെറുതെ ഞാൻ ആ വീഡിയോ കളഞ്ഞിക്കളി. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ ആ ഒരു കടയിൽ, അതായത് ഞങ്ങൾ കടയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നു. ഞാൻ അയാളോട് പോയി ചോദിച്ചു, ഇവിടെ വീഡിയോസ് അയാളോടൊന്നും ചോദിച്ചു. അപ്പൊ അയാള് ഇംഗ്ലീഷ് അറിയില്ല, എന്തോ കാണിച്ചു തന്നു. അപ്പൊ അയാൾ വേറെ ഏതോ ബംഗാളി കാക്കുനെ വിളിച്ചിട്ട് അയാളോട് പറയാൻ പറഞ്ഞു, എനിക്ക് ആക്ഷൻ കാണിച്ചു. അപ്പൊ ഞാൻ അയാളോട് ഈ സെയിം കാര്യം ചോദിച്ചു. അപ്പൊ അയാൾ ആ സെക്യൂരിറ്റി ഗാർഡിനോട് അത് അറബിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുത്തിട്ട് അപ്പൊ ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഇങ്ങനെ എനിക്ക് കാണിച്ചു. ഞാൻ വെറുതെ കാണാൻ നിൽക്കാറ് കളിച്ച ആ വീഡിയോ, സത്യം പറഞ്ഞാൽ. അതായത് പിന്നെ ഞങ്ങള് ഒക്കെ ബില്ലടിച്ചൊക്കെ കയ്യിൽ ഇറങ്ങിയപ്പോണ്ട് ഒരു താത്ത എല്ലാ വീഡിയോ എടുത്ത് നടക്കണം. സെക്യൂരിറ്റി ഗാർഡ് കാണുന്നുണ്ട്, ഷാപ്പിലൊന്നും ഒരു കുഴപ്പമില്ല. എന്താണ്, ഞാൻ എന്നെ പറ്റിച്ചതാണ്. ആ ചേച്ചി, ആ ഒരു ചൈനീസ് ചേച്ചിയാ തോന്നുന്നുണ്ട്, എല്ലാ വീഡിയോ എടുക്കുന്നുണ്ട്. വെറുതെ ആ വീഡിയോന്റെ ഇത് പോയി. ഇപ്പൊ നമുക്ക് വലുതായിട്ടൊന്നും ഷോപ്പിംഗ് ഇല്ല കേട്ടോ. വലിയ ഷോപ്പിംഗ് ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അതായത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വീഡിയോയെ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഫോണിൽ ചാർജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് നാട്ടിൽ പോകുമ്പോൾ വാങ്ങുന്ന സാധനങ്ങൾ വീഡിയോ എല്ലാം എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ മെയിൻ സാധനം വാങ്ങാൻ പോലെ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഈ നാട്ടിൽ വാങ്ങാൻ എന്തായാലും ഞാൻ എടുക്കുമെന്ന് എനിക്ക് എന്റെ മനസ്സിലുണ്ട്. എന്തായാലും അറിയത്തില്ല. എന്തായാലും നമ്മളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇഷ്ടം പോലെ കടകളുണ്ട്. ഫസ്റ്റ് നമ്മൾ പർദ്ദ എടുക്കാനാണ് കേട്ടോ പോകുന്നത്. നമുക്ക് പർദ്ദക്കടിയിൽ കയറിയിട്ട് കാണാം. ഈ കടിക്കാട്ടോ നമ്മൾ ഇനി കയറാൻ വേണ്ടി പോകുന്നപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാം. ഇതാണ് ഞങ്ങൾ കയറി പർദ്ദൻ്റെ ഷോപ്പിൻ്റെ ഉള്ളിൽ കേട്ടോ ഗേൾസ്. അപ്പോൾ ഇവിടെ എവിടെ നോക്കിയാലും പർദ്ദ നല്ല വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അതിൻ്റെ ഒപ്പം ഗേൾസ് ഇവിടെ ഒരു അമീബ ഷേപ്പിലുള്ള ഒരു മിറർ ഉണ്ട്. ഫുൾ നിൽക്കുന്ന മിറർ ഒരു സ്ഥലത്ത് നിൽക്കുന്നേ. ഇവിടെ എല്ലാ അടിപൊളി പർദ്ദ സെറ്റ് ഫുൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബ്ലാക്സിന് ബ്ലാക്ക്, കളേഴ്സ് എല്ലാതും ഉണ്ട്. ഇതാണ് നമ്മൾ ഒരു പർദ്ദ കേട്ടോ നമ്മളിവിടെ കഴിച്ചിട്ടുണ്ട്. കാരണം വേറെ ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ ഏതേതും പർദ്ദകളും ഇഷ്ടമാവണില്ല. കുറേ നേരമായി ഗായ്സ് വന്നിട്ട് കുറേ നേരമായി ഇവിടെ ഇരുന്ന് മനുഷ്യൻ്റെ ഊപ്പാട് ഇളകിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ല. ഇപ്പോഴും പർദ്ദയോടെ ചെക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഗേൾസ്. പർദ്ദ ട്രയൽ ചെയ്യട്ടെങ്കിൽ ഈ കാണുന്നത്. ഇപ്പോഴും നമ്മളിവിടെ ഇരിക്കുകയാണ് കേട്ടോ ഗേൾസ്. 3 hours later. 5 hours later. ലാഗടിച്ച് ഞാനൊരു വിധായി ഗേൾസ്. മടുത്ത് എൻ്റെ ഉള്ളിൽ എത്ര നേരമായി എനിക്ക് തോന്നുന്നില്ലെങ്കിൽ വേറെ എൻ്റെ സാധനം എടുക്കാൻ പറ്റുമെന്ന് ഇതിൽ നമുക്ക് കണ്ടറിയാം ഗേൾസ്. ഇപ്പൊ 1-2 പർദ്ദക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെ എടുക്കുന്നറിയില്ല, നമുക്കൊന്ന് കണ്ടറിയാം. 2000 years later. അധിക നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബില്ലടിക്കാൻ എത്തിയിട്ടുണ്ട്. ഇനി ബില്ലടിക്കോ അതോ ഇനിയും ഇവിടെ നിൽക്കോ അറിയത്തില്ല. ഇനി ബില്ലടിക്കാൻ പോയിട്ട് സന്തോഷം എന്റെ മുഖത്തുണ്ട്. എനിക്ക് എന്റെ മുഖം കാണില്ല, മനസ്സിലാവും. സെറ്റാണ് കഴിച്ചു. കുറേ നേരം നമ്മൾ ഇതിൽ കാണത്തില്ല, കുറേ സമയം നമ്മൾ ഇവിടെ നിന്നിട്ടുണ്ട് കേട്ടോ കഴിച്ചു. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ ഇട്ടിട്ടുള്ള ഔട്ട്ഫിറ്റ്. ഞാൻ കാണിച്ചു തന്നില്ല, വേണ്ട. എനിക്ക് ഈ ഒരു മിറർ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായി, അടിപൊളി. ഇവിടെ കുറേ പർദ്ദ ഉണ്ട്, ബട്ട് എൻ്റെ നമുക്ക് ഇതൊന്നും പിടിക്കുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഗേൾസ്, ഒരു ഉറക്കം കഴിഞ്ഞ നീച്ചിൻ്റെ ഒരു മുഖാട്ട് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളങ്ങനെ പർദ്ദ വായിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങോട്ടോ പോവാണ് ഗേൾസ്. എങ്ങോട്ടോ
അടുത്ത ഭർത്തക്കടി കയറാണ്. ഇവിടുന്ന് നമ്മൾ ഓൽക്ക് ഇവിടുന്ന് കിട്ടുന്നത് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ചിച്ചു ഇവിടെ ഒരു ഭാഗത്ത് സൈഡ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. കടയിൽ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അടിപൊളി മോഡേൺ കളക്ഷൻസ് ഉണ്ട്. ഇവിടുന്ന് എടുക്കാൻ നല്ല പറ്റി. ഇവിടുത്തെ ഒക്കത്തിന് ഒടുക്കത്തെ വിലയെന്ന് പറയുന്നത് എടുത്തോ. നമുക്ക് നോക്കിയാൽ നല്ല നമുക്ക് വാങ്ങാമല്ലോ. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ കുറച്ച് ഇവിടെ. നമ്മൾ അവിടെ നിന്ന് ഒന്നും മേടിച്ചിട്ടില്ല കഴിച്ച്. അവിടെ നിന്ന് ഇവർക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഒന്നും മേടിച്ചിട്ടില്ല. നമ്മൾ അടുത്തോട്ട് പോവാണ്, അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. നമ്മൾ മൂന്നാമത്തെ കടിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇവർക്ക് ഇതൊന്നും പറ്റണില്ല ഗൈസ്. എന്താകുമെന്ന് അറിയത്തില്ല. ഇതിൽ കൂടെ ഇത് വലിയ കടയാട്ടോ, അത്യാവശ്യത്തിന് വലിയ കടയാണ്. ഇന്ന് കിട്ടുമോ നോക്കാം ഗൈസ്. കിട്ടിയ എൻ്റെ ഭാഗ്യം. കുഴഞ്ഞി ഗൈസ്. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ പോലത്തെ വീഡിയോസ് സെറ്റും ഗൈസ്. ഞാൻ കുഴഞ്ഞി ഇവിടെ ഒരു സ്ഥലത്ത് വന്നിരിക്കാം. എല്ലാ കടയിലും ഒരു സ്ഥലത്ത് സ്റ്റൂൾ. ഇവിടെ രാജാവിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന ചെയറാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഇരിക്കാൻ കിടന്നിറങ്ങാൻ തന്നുണ്ട് ഗൈസ്. ഇപ്പോൾ 10 മണി 11 മണിക്ക് അടുപ്പിച്ചായിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ കണ്ണാൻ നല്ല സുഖമുണ്ടാവും. ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടുന്ന് കിട്ടില്ലെന്ന് അറിയത്തില്ല കേട്ടോ. ഗൈസ് ഇവിടെ ഫുൾ തിരച്ചിലാണ്. ഇനി അടുത്തതാണ് ഗൈസ്. ഓരോന്നും സാമ്പിൾ നോക്കിയിട്ട് അതിൻ്റെ കളർ ചേഞ്ച്, എൻ്റെ ആ സൈസ് ഈ സൈസ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം. ഇനി ഞാൻ തപ്പി നോക്കാണ്. ഇനി അതൊക്കെ കിട്ടിയാൽ തപ്പിയിട്ട് കിട്ടുന്നില്ല. നമുക്ക് തപ്പി നോക്കാം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അവിടെ നമുക്ക് പറ്റിയത് കിട്ടിയില്ല. ഇനി അടുത്ത കടയിലോട്ട് പോകാം. നമ്മൾ കുറേ കടകൾ കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ക്ഷീണിച്ചു ഗൈസ്, സത്യം ക്ഷീണിച്ചു. ഇനി നമ്മൾ പർദ്ദൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി ഫ്യൂച്ചർ മാൾ കഴിഞ്ഞ വലിയൊരു ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട്. ഇവിടെ കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ കുറേ ഉണ്ട് ഗൈസ്. നമ്മൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. നമുക്ക് അങ്ങോട്ട് പോകും. ഡ്രസ്സ് എടുക്കാൻ പോണ കടയാണ്. ഇത് ഇത്ര നല്ല ഗൈസ്. ഇതിൻ്റെ സൈഡ് ബാഗാണ് കാണുന്നത്. പക്ഷെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോയാൽ എത്രയും നീളമുണ്ട് ഗൈസ്. ഈ കാണുന്ന 3 ബിൽഡിങ്സും ഒപ്പം ചേർന്നാലൊരു വലുപ്പമാണ്. ഇതിൻ്റെ ഫ്രണ്ട് നമുക്ക് നോക്കിയാൽ ഇത്രയും വലുതാട്ടോ ഗൈസ്. ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി വെക്കും. കിട്ടും നോക്കാം ഗൈസ്. കിട്ടും. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളെന്ന് പറഞ്ഞാൽ. ചെരുപ്പും സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതാണ് ന്യൂ ബോൺസിൻ്റെ ഒക്കെ സെക്ഷൻസ്. അപ്പോൾ ഇവിടെ നിന്നാണ് വിളിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളൊന്നും അടക്കി നിർത്താണ്ട് ഞങ്ങൾ ഈ എസ്കലേറ്ററിലൂടെ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് ഇറങ്ങുകയാണ് ചെയ്യണത്. നമുക്ക് സെറ്റാക്കാം. നമ്മളിതിൽ കയറിയിട്ടുണ്ട്. ഇവൾക്ക് എന്തോ അറിയാം, ഇതിൽ കയറുന്ന വലിയ അത്ഭുതമാട്ടോ. ഇത് കണ്ടോ, ഈ സൈഡ് ഫുള്ള് ചെരുപ്പാടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ വലിയ ആൾക്കാർക്കും അടിയിൽ ഫുള്ള് ചെറിയ ആൾക്കാർക്കോട്ടോ ഉള്ളത്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാനും. ഇവിടുന്ന് നമ്മൾ 1-2 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ട്. എന്നാലും ഇവിടെ നമുക്ക് തീരെ ടൈമില്ല. കുറേ ടൈമായി. ഇപ്പം തന്നെ 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം. നമുക്ക് പിന്നെ ഒരു ദിവസം വരാമെന്ന് വിചാരിച്ച് നമ്മൾ പോവാട്ടോ. നമുക്ക് ഇനി ബില്ലടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ബില്ലടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ അടക്കാൻ അയച്ചിട്ടുണ്ട്. അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് അടക്കാൻ അയച്ചിട്ടുണ്ട്. കാരണം കുറേ സമയം അയച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി വാങ്ങാനുണ്ട് ഗേൾസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ദിവസം വന്ന് വാങ്ങാൻ വിചാരിച്ചു. നമ്മളിനി കാലിൽ കയറാൻ വേണ്ടി പോകാം. അപ്പോൾ ഗേൾസ് നമ്മൾ കാലിൽ കയറിയപ്പോൾ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത്. ഫ്രഷ് ആയപ്പോഴാണ് സമാധാനം കിട്ടിയത്. വണ്ടി കയറിയെന്ന് ഞാൻ എടുത്തിട്ടില്ല, കാരണം അത്രയും ടയേർഡായിരുന്നു. അപ്പോൾ അവിടെ എത്തിയെന്ന് ഫ്രഷ് ആയപ്പോഴാണ് ഒരു ശ്വാസം വിടാൻ പറ്റിയത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.